കണ്ണ് 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 താനനനാന കണ്ണ് 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 താനനനാന കണ്ണ് കണ്ണ് പാർവണ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. ചോദിക്കാം നമുക്ക്. ചേച്ചി പാർവണ കുട്ടി എന്തോ എനിക്ക് വളരെ വിഷമം ആയി. എന്തു പറ്റി ചേച്ചി? ഞാൻ പാർവണയിൽ നിന്ന് ഇതല്ല ശരിക്കും പ്രതീക്ഷിച്ചത്. ഞങ്ങൾ ആരും പാർവണ വന്ന് നിന്ന ഒരു മിനിമം ഗ്യാരണ്ടിയാണ് പാടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു അത് എന്താണേലും നന്നായി പാടും എന്നുള്ളൊരിതറിയാം. അപ്പം ഇത് നല്ലൊരു പാട്ട്, എം ജയചന്ദ്രൻ ചേട്ടൻ്റെ ഒരു നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടാണ്. അതും ശ്രേയാ ഘോഷാൽ അസാധ്യമായിട്ട് പാടിയൊരു പാട്ട്. പാർവണ ഇങ്ങനെ പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സൂപ്പറായിരുന്നു. ഫസ്റ്റ് ഞാൻ പതുക്കെ എഴുതി തുടങ്ങി. ആഹാ ഗുഡ് ഫീൽ, നല്ല രസമായിട്ട് എക്സ്പ്രഷൻസ്, ഗുഡ് എക്സ്പ്രഷൻസ്, ആഹാ ഇങ്ങനെ ഓരോന്ന് എഴുതി പിന്നെ അതവിടെ വച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മോള് പാടി വെച്ചിരിക്കുന്ന മോളുടെ പ്രസന്റേഷൻ ആൻഡ് മോളുടെ മൈക്ക് ടെക്നിക്ക് അതെല്ലാം ശരിക്കും ഇത് ഇപ്പൊ ഇവള് പാടിയ ഒരു സംഭവം എല്ലാവരും ഇത് ഈ പ്രായമുള്ള കുട്ടികളൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ. എല്ലാം ഇപ്പം ഇത്രയോ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ശ്രേയാജിയുടെ ആ ഒരു ശബ്ദം കിടന്ന് അത്രയും കേരളത്തിനെ അങ്ങ് മനോഹരമാക്കുക. അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തൊരു സിംഗറാണ്. അപ്പം ശ്രേയാ ഘോഷാലിൻ്റെ പാട്ടുകൾ എടുക്കുമ്പോൾ എല്ലാവരും ഒരു എക്സ്ട്രാ ബ്യൂട്ടി വോയിസിൽ കൊടുക്കാനായിട്ട് എല്ലാവരും കുട്ടികൾ ശ്രദ്ധിക്കണം. കാരണം ആ ഇത് നമ്മളുടെ കാതിലിങ്ങനെ അലയടിച്ച് നിൽക്കുകയാണ്. മോൾ അതുപോലെ തന്നെ പ്രസന്റ് ചെയ്തു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. പാർവണയിൽ നിന്ന് ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചു. ഓ എന്താ പറയാ പാർവണ, പ്രോപ്പർ റെക്കോർഡിംഗ് സ്റ്റുഡിയോ മെറ്റീരിയലാണ് പാർവണ കേട്ടോ. ആരാ പറയുന്ന ഒരു മ്യൂസിക് കമ്പോസറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും, അതൊരു സംശയം വേണ്ട. ഞാനിപ്പോഴല്ലേ കേൾക്കണേ, അതുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ്. അത് പാർവണയിൽ ഞാൻ കണ്ട ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര വേഴ്സറ്റൈലാണ്. എന്ത് ടൈപ്പ് പാട്ടും പാർവണ പുഷ്പം പോലെ പാടും. അതും വേറൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ആ പാട്ടിനനുസരിച്ച് വോയിസും മോൾഡ് ചെയ്യും എന്നുള്ളതാണ്. അത് ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ്, അതൊരു കഴിവാണ്. ഓൾ ദി ബെസ്റ്റ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നന്നായിട്ട് പാടി മോളെ. നല്ല നല്ല സോങ് സെലക്ഷൻ, ഒരുപാട് എക്സ്പ്രഷൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു സോങ് ആണ്. ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റത്തെ അത് പാടാവോ? അങ്ങനെയാണല്ലേ. സോ അതിനൊരു ക്ലാരിറ്റി എനിക്ക് അതിന് നോട്ട്സ് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, ക്ലാരിറ്റി കുറവ്. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ കോറസ് എഴുതി വെച്ചേക്കുന്നത്, കോറസ് ക്ലാരിറ്റി ഇല്ലായിരുന്നു. നിങ്ങൾ പാടുന്നതിന് കുറച്ചും കൂടി ഒരു വ്യക്തത വന്നിരുന്നെങ്കിൽ രസമായിരുന്നു. പാടി, പക്ഷെ നിങ്ങൾ പാടുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പാടണം. എന്തായാലും പുറത്ത് കേൾക്കും നമ്മൾ പാടുന്നത് അല്ലേ. അപ്പോൾ അതങ്ങ് നേരെ കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് പാടിയാൽ മതി. പിന്നെ ഹേ, ആ ലാസ്റ്റത്തെ ഒരു ഹേ ഇല്ലേ, മാനം, അതിന് മുമ്പുള്ള അത് നേരത്തെ പാടിയപ്പോഴത്തേക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഞാൻ വെരി നൈസ് എക്സ്പ്രഷൻസ് ഇതൊക്കെ തന്നെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ആദ്യത്തെ മാനം കുറച്ച് പിച്ചൗട്ടായി. മാനം അത് മാത്രമേ ഉള്ളൂ. എനിക്കല്ലാതെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രസമായിട്ട് പാടി. മോളുടെ വോയിസിന് ലൈക്ക് ചില വോയിസസ് മൈക്കിന് ഭയങ്കര ഇഷ്ടപ്പെടും. മൈക്കിന് ഇഷ്ടപ്പെടുന്ന വോയിസസ് ഉണ്ട്, പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അതങ്ങ് സിങ്ക് ആവും. അങ്ങനെ ഒരു വോയിസാണ് മോളുടെ. നല്ല കമന്റ്സ്. പിന്നെ നമുക്ക് മാർക്സ് അറിയാം. ഓക്കെ ഷാനിക. പാർവണ 9.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ചേച്ചി ഡെഫിനറ്റ്ലി 10. താങ്ക് യു മാം. ഹരിച്ചേട്ടാ 9.5. താങ്ക് യു സർ.
29 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ. അപ്പൊ നല്ല മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പെർഫോമൻസ് ഇതുപോലെ തന്നെ അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ്.